പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവംബർ 1, 2025 പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഈശോ പറഞ്ഞ വാക്കുകൾ മാത്രം ഒന്ന് പറയാമോ? ഞാൻ തുടങ്ങാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഈശോ പ്രസംഗിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. രണ്ട് കാര്യങ്ങളാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു ഗുണം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്നത് സദ്വാർത്തയാണ്. ആ സദ്വാർത്തയിൽ വിശ്വസിക്കുക. ലളിതമായ കാര്യമാണ് പറഞ്ഞത്. ഇനി സദ്വാർത്ത എന്തെന്നുള്ളതൊക്കെ വിശദീകരണത്തിലേക്ക് പോകും. ഞാൻ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് മാത്രമാണ്. ഒന്ന്, ദൈവരാജ്യം സമീപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാത്ത എന്തോ വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തെ നിർവചിക്കാൻ ഞാൻ ആരുമല്ല. ദൈവം പറഞ്ഞത് എന്ത് എന്ന് നേടിക്കണ്ടെത്തുന്നത് എൻ്റെ ചെറിയ ബുദ്ധിയിലാണ് എന്നത് ആദ്യം തന്നെ എല്ലാവരും ചിന്തിച്ചുള്ളത്. ഇപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു? അതിലേക്ക് എത്താനുള്ള മാർഗം അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനതിനെ മറ്റൊരു തലത്തിലാവാം. അനുദപിക്കുക എന്നത് ഇന്നലെ വരെ നീ ചെയ്ത നന്മകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്മകൾ ചെയ്യുക എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇന്നലെ വരെ വേണ്ടാതിരുന്ന് തോന്നിയതോ അല്ലെങ്കിൽ വേണ്ട എന്ന് കണ്ടതോ അല്ല വേണ്ടുന്നത്. ഇനിയും വേണ്ടതിനെ കണ്ടെത്തി അതിലേക്ക് പോവുക. വേണ്ടതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം എന്താ? ദൈവരാജ്യമാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് അനുരൂപമായ പ്രവർത്തനങ്ങൾ ഒരാൾ പങ്കുവെക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നതാണ്. തൽക്കാലത്തേക്ക് നിർത്തുന്നു. ജോൺസൺ കരൂർ. അനുരൂപമായത് ചെയ്താൽ നീയും സ്വീകാര്യനാകും.